ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസം ഫുള്ളായിട്ട് ക്ലീനിങ് ആണ് കേട്ടോ. ക്ലീനിങ് ഡേ ആണ് ഇന്ന് ഫുള്ള്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ റൈമോളിനെയൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം ഞാൻ ക്ലീനിങ്ങിനായിട്ട് നിന്നു. അപ്പോൾ ആദ്യം തന്നെ കർട്ടൻസൊക്കെ എടുത്തിട്ടൊന്ന് വാഷിംഗ് മെഷീനിൽ ഇടണം. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ചെടുക്കുകയാണ്. അങ്ങനെ ഇതാ വാഷിംഗ് മെഷീനിലോട്ട് തിരുമ്പാനുള്ളതെല്ലാം തന്നെ ഇട്ടു. പിന്നെ ഒരു ലോഡൊന്നും പോരാട്ടോ, 2 ലോഡുകളുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു ട്രിപ്പേ തിരുമ്പിയുള്ളൂ. അതായത് സ്ലോ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ ഓടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഹൈറ്റ് ഇല്ല ഒരു ടാങ്ക്, അത് കാരണം കൊണ്ട് ഒരുപാട് ടൈം ആവും. അതുകൊണ്ട് ഞാൻ 2 ദിവസമായിട്ടാണ് കേട്ടോ തിരുമ്പിയത്. കുറച്ചൊക്കെ ഇന്നിട്ടു, ബാക്കി പിറ്റേ ദിവസവും. പിന്നെ കുറച്ച് കല്ലുമ്മ തിരുമ്പാനുള്ളതും ഉണ്ടായിരുന്നു, നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ ഒക്കെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചു. കല്ലുമ്മ തിരുമ്പാനുള്ളത്, അതായത് വാഷിംഗ് മെഷീനിലുള്ളത് അത് ഓണാക്കിയും ഇട്ടു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ജനലൊക്കെ ഒന്ന് നന്നായി തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ പൊടിയും അതുപോലെ എല്ലാം ചളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം തൊട്ട് ഒന്ന് തുടച്ചെടുത്തു. പിന്നെ ടി വിയുടെ സെറ്റപ്പ് ബോക്സും അതുപോലെ സ്റ്റാൻഡ്, സെറ്റപ്പ് ബോക്സ് വയ്ക്കുന്ന സ്റ്റാൻഡൊക്കെ അല്ലേ, അതൊക്കെ ഒന്ന് നന്നായി പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിയെടുത്തു. അപ്പോൾ എല്ലാം തന്നെ നന്നായി തരുന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതുപോലെ അതിൻ്റെ വയറും ഒക്കെ നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നല്ല കാറ്റുള്ള കാലാവസ്ഥയാണല്ലോ, അപ്പോൾ എല്ലാ ഭാഗത്തും അതുപോലെ തന്നെയാണ്. പിന്നെ പാലക്കാട് പിന്നെ കുറച്ച് കൂടുതൽ കാറ്റ് ഉള്ള ഭാഗമാണല്ലോ, ഈ ഭാഗത്തൊക്കെ നന്നായി തന്നെ പൊടി പെട്ടെന്ന് തന്നെ പിടിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പൊടി തട്ടേണ്ട അവസ്ഥയാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ടേബിളൊക്കെ ഒന്ന് എല്ലാം തന്നെ ഒന്ന് എടുത്ത് വെച്ച് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇനി ടേബിള് ഒന്ന് സ്റ്റിക്കറൊക്കെ ഒന്ന് മാറ്റി ഒട്ടിക്കേണ്ടതുണ്ട് കേട്ടോ, അതിന് പിന്നെ ചെയ്യണം. ഇനിയിപ്പോൾ മീൻകറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഉച്ചക്കലേക്കുള്ള ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ട്, പുറത്ത് അടുപ്പത്തിട്ടിട്ടുണ്ട്. പിന്നെ കറി വെക്കാനുണ്ട്. അപ്പോൾ മീൻകറി വെക്കാനുള്ളതൊക്കെ ഞാൻ കൂടെ തന്നെ എണ്ണ ഒഴിച്ച് ഉലുവ ഇട്ടതിന് ശേഷം കൂടെ തന്നെ അരിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ടൈമില്ല, കറി വെച്ചിട്ട് വേണം, ഇനിയും ക്ലീനിങ് പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കാനെന്ന് കരുതി. അങ്ങനെ കറി ആയിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുപ്പത്ത് തന്നെ ഞാൻ പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് കിട്ടാനായിട്ട് ചുടുവെള്ളം ആക്കിയിട്ട് ഇട്ട് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഉമ്മ തുടയ്ക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പണി ചെയ്യുമ്പോൾ ഉമ്മ തനിമോൾ ഉറങ്ങിയതായതുകൊണ്ട് ഉമ്മ വേഗം തുടയ്ക്കാനായിട്ട് നിൽക്കും. തനിമോൾ ഉറങ്ങിയില്ലെങ്കിലും ഉമ്മ തുടയ്ക്കാൻ നിൽക്കില്ല, ഉറങ്ങിയതിന് ശേഷം ഉമ്മ തുടയ്ക്കാൻ നിൽക്കുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഉമ്മ തുടയ്ക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തനിമോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാറുണ്ട്, അതുകൊണ്ടാണ്. അങ്ങനെ എൻ്റെ മീൻ കറിയൊക്കെ വെക്കൽ കഴിഞ്ഞു. എന്നിട്ട് മുജിക്ക വന്ന സമയത്ത് ഞാൻ മീൻ പൊരിക്കാനുണ്ടായിരുന്നു, അതുകൂടി ഒന്ന് ഇട്ടതാണ്. തലേ ദിവസത്തെ മത്തി കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അത് പൊരിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ മീൻകറിയായി, ഞങ്ങൾ ചോറ് വയ്ക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോഴേക്കും മുജിക്ക വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തനിമോള് അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ അവൾക്ക് ചോറ് എടുക്കുകയാണ്, ഒപ്പം മുജിക്ക ചോറ് വയ്ക്കാനിരിക്കുന്നുണ്ട്. പിന്നെ തനിമോൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ കൊടുത്താലേ കഴിക്കുള്ളൂ കേട്ടോ. പിന്നെ മുജിക്കുള്ളത് കൊണ്ട് കുറച്ചൊരു പേടി ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ ഈ സമയം നോക്കി കൊടുക്കുകയാണ് കേട്ടോ. എല്ലാന്നുണ്ടെങ്കിൽ അവൾ പിന്നെ എന്നെ ഇരിക്കാനായിട്ട് അയക്കില്ല, അവൾ ഓടിയും കൊണ്ടേ ഇരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് തന്നെ കൊടുക്കുന്നത്. അങ്ങനെ അവൾക്കുള്ള ചോറ് കൊടുത്ത് ഞാനും കഴിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇനി വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി ഇനി കിച്ചണും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതിയിട്ട് കുളി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനീ ചെയ്യുന്നത്. പിന്നെ എനിക്ക് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കുക്കിങ്ങിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമാണിത്. കുക്കിംഗ് എന്താണെന്നറിയില്ല, വലിയ താല്പര്യമില്ല കേട്ടോ. പിന്നെ അങ്ങനെ അടുക്കളയിലെ കബോർഡ്സൊക്കെ ഒന്ന് പൊടി തട്ടി ഒക്കെ ഒന്ന് ഉരച്ച് കഴുകി എടുക്കാമെന്ന് കരുതി. അപ്പം പൊടി നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂല് കൊണ്ട് തട്ടിയെടുക്കുകയാണ്. പിന്നെ പല്ലിയും എലിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓടുന്നത് കൊണ്ട് എല്ലാം ഉണ്ട് കേട്ടോ, എലിക്കാട്ടും അതുപോലെ പല്ലിയുടെ എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസുഖമായിട്ട് വരും. അതുകൊണ്ട് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. നന്നായി തന്നെ ഉരച്ച് കഴുകിയിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നന്നായി തന്നെ ഉരച്ച് കഴുകിയതിന് ശേഷം തുടച്ചെടുത്തു. പിന്നെ അതിലുണ്ടായിരുന്ന സെറാമിക്കിൻ്റെ കുറേ കപ്പും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ പിന്നെ ഇതൊക്കെ ഞാൻ എടുക്കുന്ന സമയത്ത് എപ്പോഴും കഴുകിയിട്ട് ഞാൻ എടുക്കാറുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എലി ഉള്ളത് കാരണം കൊണ്ട്
നമ്മൾ ഏതൊരു പാത്രം എടുക്കുമ്പോഴും നന്നായി തന്നെ കഴുകിയിട്ട് വേണം എടുക്കാനായിട്ടില്ല എന്നുണ്ടെങ്കിൽ അസുഖം വരാൻ പിന്നെ എവിടേക്കും പോകണ്ട. അതേപോലെ പാത്രങ്ങളാണിച്ചാലും ഞാൻ എപ്പോഴും എടുക്കുമ്പോൾ അങ്ങനെ എടുത്തിട്ട് ഞാൻ അതിൽ വിളമ്പാറില്ല. എപ്പോഴും ഒന്ന് കഴുകിയിട്ടേ ഞാൻ വിളമ്പാറുള്ളൂ കേട്ടോ. പിന്നെ പ്രത്യേകം എല്ലാവരും അത് ശ്രദ്ധിക്കണം. കാരണം പല്ലിയും എലിയൊക്കെ രാത്രി ഇതുപോലെ ഓടുന്നുണ്ടാകും, നമ്മൾ കാണില്ല. ചിലപ്പോൾ പല്ലി ഇടയിൽ കൂടെ പോയിട്ടുണ്ടാകും, കൂറായിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ശ്രദ്ധിക്കാൻ. കിച്ചണിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ പാത്രങ്ങൾ എടുക്കുന്ന സമയത്ത് കഴുകിയിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ കപ്പുകളൊക്കെ ഇതാ ഞാൻ നന്നായി കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ കുറേ കപ്പുകളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ചായ കുടിക്കാൻ തൃപ്തിയാവുക ഈ ഒരു സെറാമിക്കിൻ്റെ കപ്പിൽ തന്നെ എനിക്ക് കുടിക്കാനായിട്ട് തൃപ്തിയാവുള്ളൂ കേട്ടോ. പിന്നെ ഈ ബ്ലൂ കളർ കപ്പില്ലേ, അത് റൈമോൾക്ക് UKGയിൽ പഠിക്കുമ്പോൾ ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു. ഗിഫ്റ്റ് കിട്ടിയതെന്ന് പറഞ്ഞാൽ എന്തോ നില ചേർന്നപ്പോൾ കിട്ടിയതാണ്, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, സ്പോർട്സിലാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇതാ കപ്പുകളൊക്കെ കഴുകിയെടുത്തു. പിന്നെ ഇത് മുതുക്ക വരുമ്പോൾ കൊണ്ടുവന്ന മീനാണ് കേട്ടോ. അപ്പോൾ അത് കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് കഴുകി ഒന്ന് മസാല ഇട്ടിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് കരുതി. അപ്പോൾ അതൊന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. കഴുകി ഒന്ന് മസാല പുരട്ടിയിട്ട് വെക്കാമെന്ന് കരുതിയിട്ട് ഒന്ന് മസാല ഇടാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാ പൊടികളും എല്ലാം തന്നെ ഇട്ടിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതെന്ത് മീനാണെന്ന് എനിക്കറിയില്ല കേട്ടോ. നല്ല ചില്ലി പോലുള്ളൊരു മീനാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചില്ലി പൗഡർ ഇല്ലേ, നമ്മൾ ചില്ലി പൊരിക്കുന്ന സമയത്ത് ഇടുന്നത്, ആ പൗഡർ കൂടി ഇട്ടിട്ടാണ് ഞാൻ ആക്കി വെച്ചത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ ഞാൻ എല്ലാം തന്നെ ഒന്ന് അടുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ എല്ലാം തന്നെ കബോർഡ്സൊക്കെ ക്ലീനാക്കി എല്ലാം തന്നെ ഒന്ന് അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര റാഹത്താണ് കേട്ടോ, ഭയങ്കര ഹാപ്പിയാണ്. ഇത് കാണുമ്പോൾ തന്നെ എന്തൊന്നുമില്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ തന്നെ നമുക്ക് അടുക്കളയ്ക്ക് വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ഫീൽ ചെയ്യുക. അങ്ങനെ ഇതാ ഇനി അടിയിലുള്ള കബോർഡ് കൂടി ഒന്ന് വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉപ്പ് നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവയ്ക്കില്ലേ ചെറിയ കുപ്പിയിലാക്കാനായിട്ട്, അതുകൂടി ആക്കി വെച്ചു. എന്നിട്ട് ഇതാ എല്ലാം തന്നെ മാറ്റി വെച്ചതിന് ശേഷം, അടിയിലുള്ള എല്ലാ സാധനങ്ങളും ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതാ നന്നായി തന്നെ ഒന്ന് തേച്ചൊരച്ച് കഴുകുന്നുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും തുടയ്ക്കൽ പതിവില്ല കേട്ടോ, ജസ്റ്റ് തുടച്ചെടുക്കലല്ല പതിവ്. എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ ഇതുപോലെ ഉരച്ച് കഴുകിയിട്ടേ തുടയ്ക്കാറുള്ളൂ. എനിക്ക് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ എന്തോ എനിക്കൊരു തൃപ്തി തോന്നാറില്ല. അതുകൊണ്ട് എപ്പോഴും ഇതുപോലെ ചകിരി ഇട്ടിട്ട് ഒന്ന് സോപ്പിട്ട് ഉരച്ച് കഴുകിയിട്ടേ ഞാൻ തുടയ്ക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ ഇതാ കബോർഡ്സ് രണ്ടും തന്നെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വെക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അടിയിൽ ടാങ്കാണ് കേട്ടോ വെക്കുന്നത്, പെട്ടെന്ന് എടുക്കാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതാ മിക്സിയും അതുപോലെ പൊടികളൊക്കെ വെക്കുന്ന ആ പാത്രവും എല്ലാം ഒതുക്കി വെക്കുകയാണ്. മിക്സിയൊക്കെ തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ട്രൈപോഡാണ് കേട്ടോ, ഞാൻ കുക്കിങ്ങിനായിട്ട് എടുക്കുന്നതാണ്. അങ്ങനെ അതും എല്ലാം തന്നെ അടുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 കബോർഡ്സും വൃത്തിയാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ സ്ലാബ് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യം ഇതിപ്പോൾ ഞാൻ മരുന്ന് പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലെ ജനലിൽ തന്നെയാണ് കേട്ടോ വെക്കുക, കുട്ടികളുടെ മരുന്ന്. അതായത് ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് എടുത്ത് കൊടുക്കാമല്ലോ, ഓർമ്മ വരുമല്ലോ എന്ന് കരുതിയിട്ടാണ് അവിടെ തന്നെ വെക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലാം തന്നെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം എന്താ അവിടെ കൂടി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ഞാൻ മുന്നേ ഉരച്ച് കഴുകിയതാണ് കേട്ടോ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഇതാ എല്ലാം തന്നെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് കേട്ടോ ഒരു സമാധാനമായത്. ഇതുപോലെ നല്ല വൃത്തിയിൽ കിടക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കാണുന്നവർക്കും അതൊരു തൃപ്തിയാണ്, നമുക്കും അടുക്കളയിൽ വരുമ്പോൾ അതൊരു പോസിറ്റീവ് എനർജിയാണ്. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ അടുത്തത് ഗ്യാസാണ്. ഗ്യാസും അതുപോലെ തന്നെ നല്ലോണം തേച്ചൊരച്ച് കഴുകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നന്നായി ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും പറയും ഗ്ലാസിൻ്റെ അടുപ്പ് അധികം തുടച്ച് കഴുകരുത് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. എനിക്കെപ്പോഴും ചകിരി ഇട്ടിട്ട് ഉരച്ചാലേ തൃപ്തിയാവില്ലുള്ളൂ. പിന്നെ സ്ക്രാച്ച് വരുന്നൊക്കെ പറയുന്നത് കേൾക്കാം. പക്ഷേ ഞാൻ സ്ക്രാച്ച് വരുന്ന സ്ക്രബ്ബർ വെച്ചിട്ടല്ല ഉരയ്ക്കൽ കേട്ടോ. ഞാൻ സ്മൂത്തായിട്ടുള്ള സ്ക്രബ്ബർ വെച്ചിട്ടാണ് ഉരയ്ക്കൽ. ഗ്രീൻ കളറിലുള്ള സ്പോഞ്ചിൻ്റെ അത് വെച്ചിട്ടാണ് ഉരയ്ക്കൽ. അങ്ങനെ അതൊക്കെ എല്ലാ ഭാഗവും ഒന്ന് തുടച്ചെടുത്തു. ഗ്യാസൊക്കെ ഒന്ന് നന്നായി തുടച്ചെടുത്തു. ഇനിയിപ്പോൾ ഗ്യാസിൻ്റെ അടിയൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ അടുപ്പുണ്ട്, അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്.
അങ്ങനെ എല്ലാം തന്നെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് തൃപ്തിയായത്. അങ്ങനെ അടുക്കള ക്ലീൻ ചെയ്തെടുത്തപ്പോൾ തന്നെ റാഹത്തായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.